ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക് ആവശ്യമുള്ള അഡ്മിഷൻ ഫീസ് ഓൺലൈനിലായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം തന്നെ ഒരു പോർട്ടൽ ഉണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് എന്നല്ല ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉണ്ട്. പക്ഷെ അഡ്മിഷൻ ഫീസ് നമ്മൾ ആ രീതിയിലല്ല നമ്മൾ അടയ്ക്കേണ്ടത്. അത് പ്രത്യേകിച്ചിട്ട് ലോഗിൻ ID ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് തന്നെ വേണം നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അടക്കാനായിട്ട്. അതായത് കുട്ടികൾ സിംഗിൾ വിൻഡോ അഡ്മിഷൻ സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് ഇവിടെ അഡ്മിഷൻ എന്നുള്ള പോർട്ടൽ ഉണ്ട്. അതിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ UG ആണെങ്കിൽ UG അല്ലെങ്കിൽ PG ആണെങ്കിൽ PG ഏതാണ് അഡ്മിഷൻ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ അല്ലെങ്കിൽ ന്യൂ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ID കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പാസ്വേഡ് അതുപോലെ തന്നെ അപേക്ഷ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് കോട്ട അഡ്മിഷൻ ഫീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്കാണ് ഈ ഒരു രീതിയിൽ പേയ്മെന്റ് അടക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം ഐ ഹാവ് ബോക്സ് ക്ലിക്ക് ചെയ്ത് പേ ഫീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് SBI ആണ് പേയ്മെന്റ് ഗേറ്റ് വരുന്നത്. സെലക്ട് ചെയ്ത് പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഈ മർച്ചന്റ് ID നമ്മൾ കോപ്പി ചെയ്ത് വെക്കേണ്ടതാണ്. പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ്, UPI പോലുള്ള സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡീറ്റെയിൽസുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അല്പസമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ട്രാൻസാക്ഷൻ എറർ വന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത് റീവെരിഫൈ ചെയ്യുന്നതിനാണ് അതിന്റെ ഒരു ട്രാൻസാക്ഷൻ നമ്പർ നിങ്ങളോട് നോട്ട് ചെയ്ത് വെക്കണം എന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ സക്സസ് ആയി കഴിയുമ്പോൾ സ്ലിപ്പ് ലഭിക്കുന്നതാണ്. പ്രിന്റ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് റെസിപ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്ക്. ഇപ്പൊ ഈ രീതിയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീസ് നമ്മൾ ഓൺലൈനിലായിട്ട് അടക്കുന്നത്.